അങ്ങനെ നമ്മൾ മൈഗ്രേഷൻസ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് എൻറ്റിറ്റി ഫ്രെയിംവർക്ക് വെച്ച് നമുക്ക് ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മൈഗ്രേഷൻസ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഒരു കമാൻഡ് ഉണ്ട്. നമുക്ക് .NET സ്പേസ് EF സ്പേസ് ഡേറ്റാബേസ് -H എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കമാൻഡ്സ് ഉണ്ട്. ഡ്രോപ്പ് ഉണ്ട്, അപ്ഡേറ്റ് ഉണ്ട്. ഡ്രോപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഡേറ്റാബേസിനെ ഡിലീറ്റ് ചെയ്ത് കളയും, അല്ലെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അതായത് നമ്മളുടെ മൈഗ്രേഷൻസ് വെച്ചിട്ട് നമ്മൾ ഡേറ്റാബേസിനെ അപ്ഡേറ്റ് ചെയ്യും. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്ഡേറ്റ് ആണ് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അപ്ഡേറ്റ് കൊടുക്കാനായിട്ട് .NET സ്പേസ് EF സ്പേസ് ഡേറ്റാബേസ് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കണം. അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു DB വന്ന് ജനറേറ്റ് ചെയ്ത് വീഴും. ഓക്കെ, dating.db ആണ് ഇവിടെ ജനറേറ്റ് ആയി വീണിരിക്കുന്നത്. അതാണ് ആപ്പ് സെറ്റിങ്സിനകത്ത് ഞാൻ ഡേറ്റ സോഴ്സ് കൊടുത്തത് dating.db ആണ്. ഈ DBയുടെ നെയിം വെച്ചിട്ടാണ് അവിടെ നമുക്ക് ഡേറ്റാബേസ് ജനറേറ്റ് ചെയ്ത് വീഴണം. അപ്പോൾ നമ്മളിത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു വാണിംഗ് കാണിക്കും. ഡോക്യുമെന്റ് ഫോർമാറ്റ് ഈസ് ഐദർ അൺസപ്പോർട്ടഡ് ഓർ ദ ഡോക്യുമെന്റ് കണ്ടെയ്ൻസ് ബൈനറി ക്യാരക്ടേഴ്സ്. ഇത് ആക്ച്വലി ഒരു ഫയലാണ്, ഡേറ്റാബേസ് ഫയലാണ്. പക്ഷെ ഇവിടെ നമുക്ക് ബൈനറി ക്യാരക്ടേഴ്സ് ആയിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. ഇവിടെ കണ്ടോ, ഇതെല്ലാം ബൈനറി ക്യാരക്ടേഴ്സ്. സോ നമുക്ക് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റത്തില്ല. സോ SQLite നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നമുക്കിത് ഡേറ്റാബേസ് വ്യൂ ചെയ്യണമെങ്കിൽ SQLite ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡിനകത്ത് നമുക്ക് എക്സ്റ്റൻഷൻസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഓൾറെഡി വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ SQLite വേറെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉണ്ട്, അതിലെടുത്തിട്ട് നമ്മുടെ ഡേറ്റാബേസ് വ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ കാണിക്കാം. അതിനകത്ത് നമുക്ക് എക്സ്റ്റൻഷൻസിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് SQLite എന്ന് പറഞ്ഞൊരു എക്സ്റ്റൻഷൻ ഉണ്ട്. ഈ SQLite എക്സ്റ്റൻഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിന് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിവിടെ പ്രോഗ്രാമിലേക്ക് വരിക, Ctrl+P കൊടുക്കുക. ഓക്കെ, Ctrl+P കൊടുത്തിട്ട് നമ്മൾ ഗ്രേറ്റർ സിമ്പിൾ ഇട്ടിട്ട് അവിടെ നമ്മൾ SQLite എന്ന് പറയുന്നത് ഓപ്പൺ ഡേറ്റാബേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ സെലക്ട് ചെയ്യാം. എന്നിട്ട് അത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് ചൂസ് ഡേറ്റാബേസ് ഫ്രം ഫയലാണ് കാണിക്കുന്നത്. അപ്പോൾ അത് കാണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഈ DB ആണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ പാത്ത് നമ്മൾ അവിടെ പറഞ്ഞു കൊടുക്കണം. അതിൽ നമ്മൾ dating.db എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഉണ്ട് SQLite എക്സ്പ്ലോറിനകത്ത് നമുക്കിങ്ങനെ സാധനം വന്നു. അതിനകത്ത് നമ്മുടെ ഡേറ്റാബേസിനകത്ത് നമ്മുടെ യൂസേഴ്സ്, നമ്മുടെ എൻറ്റിറ്റി ഫ്രെയിംവർക്കിലുള്ള എൻറ്റിറ്റീസിലെ സാധനമാണ് നമുക്കിവിടെ അകത്ത് വന്നിട്ട്. യൂസേഴ്സിനകത്ത് ID ഉണ്ട്, യൂസർ നെയിം ഉണ്ട്, പിന്നെ നമുക്ക് EF മൈഗ്രേഷൻ ഹിസ്റ്ററി ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ടേബിൾ. ഓക്കെ, യൂസേഴ്സ് എന്ന് പറയുന്ന ടേബിൾ. ഇപ്പം ഞാനിവിടെ പുതിയൊരു ക്വറി എനിക്ക് ഇൻസേർട്ട് ചെയ്യണം. ന്യൂ ക്വറി ഇൻസേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഫയൽ വന്ന് വീഴും. അപ്പോൾ ഇത് ഈ ക്വറി കമാൻഡ് വെച്ചിട്ട് നമ്മളിവിടെ സാധനം ചെയ്യും. അപ്പം ഞാനിവിടെ ഞാൻ ഓൾറെഡി 3 ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 4ാമത്തെ യൂസറിനെ ആഡ് ചെയ്യാം, ജേക്കബ്. ഓക്കെ, 4ാമത്തെ. ഇനി എനിക്ക് 5ാമത്തെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെയും ഇത് കോപ്പി ചെയ്തിട്ട് ഇവിടെ ഞാൻ വാല്യൂ മാറ്റി കൊടുക്കുകയാണ്, മേരി. ഓക്കെ, അപ്പോൾ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൺ ക്വറി ഉണ്ട്, റൺ സെലക്റ്റഡ് ക്വറി ഉണ്ട്. റൺ ക്വറി എന്ന് പറഞ്ഞാൽ ഈ എല്ലാം ഇവിടെ എന്തൊക്കെയാണോ എഴുതിയിരിക്കുന്നത് അതെല്ലാം എക്സിക്യൂട്ട് ആവും. റൺ സെലക്റ്റഡ് ക്വറി എന്ന് പറഞ്ഞാൽ ഈ ഒരു പാത്ത് ഞാൻ ഇങ്ങനെ ഒരു സെലക്ട് ചെയ്യും, ഇത് മാത്രം ഞാൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് റൈറ്റ് കമാൻഡ് കൊടുത്തിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് റൺ സെലക്റ്റഡ് ക്വറി മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഈ സെലക്ട് ചെയ്ത ക്വറി മാത്രം അപ്ഡേറ്റ് ആവും. ഞാനിവിടെ മൊത്തത്തിൽ ക്വറി ഓടിക്കുകയാണ്. റൺ ക്വറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇത് ആക്ച്വലി സക്സസ് ആവുന്നതിൻ്റെ മെസ്സേജാണ്. ഓക്കെ, അപ്പോൾ അതെല്ലാം വന്നിട്ടുണ്ട്. നമ്മൾ SQLite ക്ലോസ് ചെയ്യുക. ഈ ഒരു ഫയൽ നമ്മൾ ഇപ്പോൾ വേണമെങ്കിൽ സേവ് ചെയ്യാം, അല്ലെങ്കിൽ സേവ് ചെയ്യേണ്ട. ഞാനിവിടെ ഡോൺ സേവ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് യൂസേഴ്സിൻ്റെ ടേബിളിനകത്ത് നമ്മളിവിടെ ഷോ ടേബിൾ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ നമ്മുടെ SQLite ടേബിൾ തന്നെ വന്നിട്ടുണ്ട്. 1 2 3 4. ഞാൻ ഓൾറെഡി 3 ലിസ്റ്റ് മുന്നേ ആഡ് ചെയ്തതാണ്.
ഇപ്പം ഞാൻ നാലാമത്തെ അഞ്ചാമത്തെ യൂസറിനെ ആഡ് ചെയ്തു. സോ ഇങ്ങനെയാണ് നമ്മൾ SQLite നമുക്ക് വ്യൂ ചെയ്യാനും അതുപോലെ നമുക്ക് ഇൻസേർട്ടും ഡിലീറ്റ് എല്ലാ സാധനം നമുക്ക് എക്സ്റ്റൻഷൻ വഴി വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ എക്സ്റ്റൻഷൻ SQLite എക്സ്റ്റൻഷൻ വെച്ച് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഓഫ്ലൈൻ ആപ്ലിക്കേഷൻ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഡേറ്റാബേസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്, അതുപോലെ ഡേറ്റാബേസ് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്.